പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നേരം വെളുത്തപ്പം മാധ്യമങ്ങൾ നിറയെ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ച വാർത്തയാണ് കാണാനിടയായത്. ഇസ്രായേലിൽ നിന്ന് 2000 കിലോമീറ്റർ പറന്നു ചെന്ന് 100ഓളം ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ 6ഓളം വരുന്ന വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസിലാണ് ബോംബ് വർഷിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ടാർഗറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഒന്ന് പ്രധാനമായും യുറേനിയം എൻറിച്ച്മെന്റ് നടക്കുന്ന സൈറ്റുകളിൽ, ഇപ്പോൾ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പാകത്തിനുള്ള യുറേനിയം എൻറിച്ച്മെന്റ് നടക്കുന്ന സൈറ്റുകളിലും അതോടൊപ്പം തന്നെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിൽ, ഗവൺമെന്റ് ബിൽഡിങ്ങുകളിലൊക്കെയാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. വളരെ പ്രിസൈസ് ആയിട്ടുള്ള ആക്രമണമാണ് നടത്തിയിട്ടുള്ളത്. ടാർഗറ്റഡ് അറ്റാക്കാണ് നടത്തിയിട്ടുള്ളതാണ് മാധ്യമങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇറാന്റെ IRG എന്ന് പറഞ്ഞ ഇറാനി റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്ന ഖുമൈനി നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്. അതിന്റെ ഹെഡിനെയും അതോടൊപ്പം തന്നെ ഇറാന്റെ മിലിറ്ററി ചീഫിനെയും ഉൾപ്പെടെ ആറ്റമിക് സയന്റിസ്റ്റിനെയും എല്ലാം ഈ പറയുന്ന ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ അവരെ കൊന്നു എന്നാണ് അറിയാൻ പറ്റുന്നത്. എന്താണെങ്കിലും ഓരോരുത്തർ ചെയ്യുന്നതിന്റെ കർമ്മഫലം കർമ്മണ്യേ വാദികാരസ്ഥേ മാ ഫലേഷു ഗതാജന എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് അതേപടി നടക്കുന്നതാണ് കാണുന്നത്. ഇറാനുമായിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലുമായിട്ട് ഒരു പ്രശ്നമുള്ള രാജ്യമല്ല. ഇസ്രായേലുമായിട്ട് ബോർഡർ പങ്കിടുന്ന സ്ഥലമല്ല ഈ പറയുന്ന ഇസ്രായേൽ. പക്ഷേ ഇറാന്റെ എണ്ണ സമ്പത്ത്, അവർക്ക് ദാനമായി കിട്ടിയ, പ്രകൃതിയുടെ ദാനമായി കിട്ടിയ എണ്ണ സമ്പത്ത് ഉപയോഗിച്ച് അവിടുത്തെ മനുഷ്യർ വളരെ സന്തോഷകരമായി ജീവിക്കേണ്ടതിന് പകരം ആ എണ്ണ സമ്പത്ത് ഉപയോഗിച്ച് ഇസ്ലാമികമായി ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തോടുള്ള വിരോധം തീർക്കുന്നതിന് വേണ്ടിയും ഇസ്രായേലിനെ അബോളിഷ് ചെയ്യുന്നതിന് വേണ്ടിയും ഒബിൽട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ഇറാന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള, ഇറാൻ ആക്സിസ് ആയിട്ട് നടത്തിയിട്ടുള്ള ടെറർ ഓർഗനൈസേഷനുണ്ട്. അതായത് ഇറാൻ കേന്ദ്രീകരിച്ച് നടത്തുന്ന കുറെ ടെറർ ഓർഗനൈസേഷനെ ഫണ്ട് ചെയ്യുകയും അവരെ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്തതിന്റെ പരിണിത ഫലമായിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അവരുടെ ഫണ്ട് കൊണ്ട് അവർ ഹമാസിനെ ഫ്യൂൽ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയെ ഫ്യൂൽ ചെയ്യുന്നു, അതുപോലെ ഹൂത്തിയിലെ ടെററിസ്റ്റുകളെ ഫ്യൂൽ ചെയ്യുന്നു, അതുപോലെ സിറിയയിലെ ആളുകളെ ഫ്യൂൽ ചെയ്തിരുന്നു, ഇപ്പം ഇല്ല. അതുപോലെ തന്നെ ഇറാഖിൽ. ഇവരെല്ലാം ഒരു ഉദ്ദേശമുള്ളൂ, ഇസ്രായേലിനെ ഒബിൽട്രേറ്റ് ചെയ്യുക എന്നുള്ള ബ്രദർഹുഡിന്റെ ആശയം. ആ ബ്രദർഹുഡിന്റെ ആശയം അതേപടി പകർത്തിയിട്ടുള്ളതാണ് ഹമാസ് എന്ന് പറഞ്ഞ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ. ഇതിന്റെ അകത്ത് അടിസ്ഥാനപരമായി ഈ പറഞ്ഞ ബോർഡർ പ്രോബ്ലംസ് ഉള്ളത് ആകെ ഈ പറഞ്ഞ പാലസ്തീനികൾ മാത്രമായിട്ടാണ്. ബാക്കി ആരുമായിട്ടും ഇസ്രായേൽ ഒരു ബോർഡർ കോൺഫ്ലിക്റ്റ് ഇല്ല. ഇപ്പൊ സപ്പോസ് ലെബനുമായിട്ട് ഇസ്രായേൽ ബോർഡർ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ അവർക്ക് അവിടെ ബോർഡർ കോൺഫ്ലിക്റ്റുകളില്ല. അപ്പൊ അവിടെ ഈ ബോർഡർ കോൺഫ്ലിക്റ്റിന്റെ പേരിലാണെങ്കിൽ ആകെ ഇസ്രായേലിനെ ആക്രമിക്കേണ്ട പാലസ്തീനികൾ മാത്രമാണ്. രണ്ടാമത്, ഈ മറ്റ് ആളുകളെല്ലാം ഇതിനെ ആക്രമിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തിൽ മുഹമ്മദ്, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ ജൂതരെയും ക്രിസ്ത്യാനിയെയും ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന്, അതായത് ഈ അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് ഓടിക്കും എന്ന് പറഞ്ഞ ആ ആശയം നടപ്പിലാക്കാനാണ് യഥാർത്ഥത്തിൽ ഇറാൻ ശ്രമിക്കുന്നത്. ആ ഇറാന് ഉള്ള തിരിച്ചടിയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഈ യുദ്ധം ആരംഭിച്ചപ്പം ഒരു കാര്യം പറഞ്ഞു. അതായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗ്രേവ് മിസ്റ്റേക്കാണ് ഒക്ടോബർ 7 2023 ഈ ഇസ്രായേലിലേക്ക് കടന്നു കയറി ഹമാസ് കാട്ടിക്കൂട്ടിയ ക്രൂരതകൾ എന്ന് പറയുന്നത്. ആ ക്രൂരതകളാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഇന്ന് ഈ കിട്ടിയിരിക്കുന്ന മേൽക്കൈ എന്ന് പറയുന്നത്. അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ്. ഇതിന്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത്, ഞാൻ അന്ന് പറഞ്ഞു, ഇതിൻ്റെ അത് സംഭവിക്കാൻ പോകുന്നത് ഈ ഇസ്ലാമിന്റെ ശവപ്പെട്ടിയിൽ ഇത് അവസാനത്തെ ആണിയിരിക്കും. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞ ബ്രദർഹുഡ് ലോകത്ത് മുഴുവൻ ഇസ്ലാം പരത്തുക, അതിലൂടെ ഇസ്ലാമിക ബ്രദർഹുഡിലൂടെ ലോകം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രമാക്കി തീർക്കുക എന്നുള്ളതിന്റെ ആ സങ്കല്പത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ് ഈ ഒക്ടോബർ 7 ആക്രമണം എന്ന് പറഞ്ഞ് അതിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു. കാരണം ഇസ്ലാം ഇന്ന് എല്ലാ രാഷ്ട്രങ്ങളും തന്നെ, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അവരുടെ നാഷണൽ ഇൻട്രസ്റ്റിലേക്ക് പോയി കഴിഞ്ഞു. അത് നാഷണലിസം, അതായത് യൂറോപ്പിൽ എങ്ങനെയാണോ ഒരു കാലഘട്ടത്തിൽ ഈ യുദ്ധങ്ങളിൽ നിന്ന് മോചിതമായി, അതായത് കാത്തലിക് പ്രൊട്ടസ്റ്റന്റ് വാറിൽ നിന്ന് മോചിതമായി നാഷണലിസത്തിലേക്ക് ഉയർന്നു വന്നത്, അതേപോലെ ഒരു നാഷണലിസ്റ്റ് മൂവ്മെന്റ് ഈ ഇസ്ലാമിക ലോകത്ത് നടക്കുന്നു. കാരണം ഇസ്ലാം ഉണ്ടായത്, ക്രിസ്ത്യാനിറ്റി ഉണ്ടായതിനു ശേഷം 600 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും പുറകിൽ അത് ട്രെയിൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ എങ്ങനെയാണോ ഇവിടുത്തെ ഈ കാത്തലിക് പ്രൊട്ടസ്റ്റന്റ് വാറിൽ നിന്ന് യൂറോപ്പ് മോചിതമായി നാഷണലിസ്റ്റിലേക്ക് വന്ന്, നാഷണലിസ്റ്റിൽ നിന്ന് ഡെമോക്രസിയിലേക്കും ഡെമോക്രസിയിൽ നിന്ന് ലിബറലിസ്റ്റിലേക്കും ഒക്കെ വന്ന് മനുഷ്യർ ശാന്തമായി ജീവിക്കുന്നത്, മാനവികതയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ വിലയിരുത്തുന്ന, മനുഷ്യന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വിലയിരുത്തുന്ന സാമൂഹിക ക്രമത്തിലേക്ക് എങ്ങനെ ഉയർന്നു വന്നോ
അതേപോലെ അതിന്റെ തുടക്കം ഈ യുദ്ധത്തിലൂടെ ഉണ്ടാകാൻ പോവുകയാണ്. അതിന് തെളിവാണ് ഇപ്പം സൗദി അറേബ്യ അവരുടെ നാഷണൽ ഇൻട്രസ്റ്റിലേക്ക് പോയി. അവർ മതം തന്നെ ഏകദേശം ഒഴിവാക്കി കഴിഞ്ഞു. അപ്പൊ ആ മതം അവിടെ തന്നെ ഇപ്പൊ തന്നെ പബ്ബുകൾ, അതുപോലെ തന്നെ ഡാൻസ് ബാറുകളൊക്കെ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ അവർ മതത്തിന്റെ ആ ഒരു റിജിഡായിട്ടുള്ള ആ സെൻസിൽ നിന്ന് അവർ പുറകോട്ട് പോയി കഴിഞ്ഞു. അതുപോലെ പല രാജ്യങ്ങളിലും ഇസ്ലാം തന്നെ ഇസ്ലാമിക ഡ്രസ്സുകൾ തന്നെ നിരോധിച്ചു കഴിഞ്ഞു. ഇസ്ലാമിക 95% ഉള്ള അൽബേനിയ എന്ന് എനിക്ക് തോന്നുന്നു രാജ്യം ഈ അടുത്ത കാലത്ത് പൂർണ്ണമായിട്ടും, ഞാൻ പേര് പറഞ്ഞ് ശരിയാണെന്ന് എനിക്കത്തില്ല, ഒരു പഴയ സോവിയറ്റ് യൂണിയന്റെ രാജ്യമായിരുന്നു, സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യം. അവിടെ കംപ്ലീറ്റ് ഇസ്ലാമിക രാജ്യങ്ങളും പബ്ലിക് പ്ലേസിൽ നിന്ന് തന്നെ അവർ ബാൻ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ പല സ്ഥലങ്ങളിലും ഇസ്ലാമിക ഡ്രസ്സുകളും ഇസ്ലാമിക കോൺസെപ്റ്റുകളും ഈ ഇസ്ലാമിക ആചാരങ്ങളെല്ലാം തന്നെ പബ്ലിക് പ്ലേസിൽ നിന്ന് തന്നെ ആളുകൾ കളയുകയും അവരുടെ നാഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളും നാഷണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു ഇതൊരു നാഷണൽ മൂവ്മെന്റ്, ഇസ്ലാമിക രാജ്യത്തൊരു നാഷണൽ മൂവ്മെന്റിന് ഈ യുദ്ധം തുടക്കമുണ്ടെന്ന് പറഞ്ഞു. കാരണം ഈ ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ നടപ്പിലാകുന്ന കാര്യമല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും അതോടൊപ്പം തന്നെ ഇറാൻ ഭരണകൂടം ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഇറാൻ ഭരണകൂടം തെറിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഇറാൻ ഭരണകൂടത്തെ തെറിപ്പിച്ച് ചെയ്ത് അവസാനിപ്പിക്കും. കാരണം ഇറാൻ ചെയ്തു കൂട്ടിയിട്ടുള്ള ഈ ഭീകരതകൾക്ക് ഇറാൻ ഈ ഫ്യൂവൽ ചെയ്ത് ഈ ടെററിസ്റ്റുകളെ കൊണ്ട് ഈ പറയുന്ന ഇസ്രായേലിനെ ആക്രമിക്കുകയും ഇസ്രായേലിനെ ഒബിൽട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതിന്റെ പരിണതഫലമായിട്ട് ഇസ്ലാമിന്റെ ഭരണകൂടം ഇസ്ലാമിക് റിപ്പബ്ലിക്ക് തകരും. അവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് തകരുകയും പുതിയ ഭരണകൂടം വരും, അതിനുള്ള സാധ്യതയും ഇതിലൂടെ തെളിയും എന്ന് ഞാൻ പറഞ്ഞത്. അതും കറക്റ്റായി നടക്കുന്നു. അതുപോലെ ഇസ്രായേൽ ഒരു പ്രബല ശക്തിയായി മാറുമെന്ന് ഞാൻ പറഞ്ഞു. മിഡിൽ ഈസ്റ്റിൽ അന്ന് എന്റെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളായത് ഇസ്രായേൽ ഇതോടുകൂടി ഈ യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേലിന് കിട്ടിയിരിക്കുന്ന വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇസ്രായേൽ ഒരു പ്രബല ശക്തിയായി മധ്യപൂർവ്വദേശത്ത് മാറും. ഇസ്രായേലിനെ ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത ഒരു രാജ്യമായി ഇസ്രായേൽ മാറാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞു. അതും സംഭവിക്കാൻ പോവുകയാണ്. പിന്നീട് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ജെറുസലേം ടെമ്പിള് വീണ്ടും പണിയാൻ പോവുകയാണ്. 2000 വർഷം മുമ്പ് ടൈറ്റസ് എന്ന് പറഞ്ഞ റോമൻ എംപയർ തകർത്ത ജെറുസലേം ടെമ്പിൾ വീണ്ടും പണിയാൻ പോവുകയാണ്. അതിനുള്ള സാധ്യതയും ഈ യുദ്ധത്തിലൂടെ തെളിയുമെന്ന് ഞാൻ പറഞ്ഞു. അതിനും ഉള്ള കളം തെളിഞ്ഞു വരുന്നു. ഇറാനെ ആക്രമിച്ചതോടുകൂടി ഇനി ആരും മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനെ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. നാളെ ഇസ്രായേലിന്റെ ടെറിട്ടറിക്കകത്തുള്ള ഈ ജെറുസലേം ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഡോം ഓഫ് റോക്ക് എന്ന് പറഞ്ഞ സാധനം അവർ ടേക്ക് ഓവർ ചെയ്ത് നാളെ അവിടെ അവരുടെ ടെമ്പിൾ പണിയുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള മൂവ്മെന്റ് തുടങ്ങി കഴിഞ്ഞു. ഇപ്പൊ ഈ ഇസ്ഹാഖ് ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആഭ്യന്തരമന്ത്രി ഗെറ്റ്സ് അദ്ദേഹം പല പ്രാവശ്യം ജൂതന് പ്രവേശനമില്ലാത്ത ഈ ഡോം ഓഫ് റോക്കിൽ കയറി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അവര് ഇത് ഞങ്ങളുടേതാണെന്ന് പ്രഖ്യാപിച്ചു. വളരെ കാലത്ത് തന്നെ ഒരു സംഘമുണ്ട്, അതായത് അതിന്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവര് ഈ അവരുടെ അതിന്റെ റാബിയെ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ ടെററിസ്റ്റുകൾ അയാളെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അയാളുടെ ഈ ടെമ്പിളിൽ കയറി കൊന്നു കളഞ്ഞായിരുന്നു, ഈ സിനഗോഗിൽ കയറി കൊന്നു കളഞ്ഞായിരുന്നു. അവരെ ഈ ജെറുസലേം ടെമ്പിൾ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു മൂവ്മെന്റ് ഉണ്ട്. അവര് പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. ആ മൂവ്മെന്റ് വളരെ സജീവമായി ഇപ്പം അവിടെ ഈ ജെറുസലേം ടെമ്പിൾ ടേക്ക് ഓവർ ചെയ്യാനുള്ള നടപടികളായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അതിന് ഈ ഗെറ്റ്സ് എന്ന് പറഞ്ഞ ഇവരുടെ ഹോം മിനിസ്റ്റർ അതിന് പിന്തുണയാണ്. അദ്ദേഹം അവരോടൊപ്പം തന്നെ ആ വലിയ സംഘത്തെ നയിച്ച് ഈ ജെറുസലേം ടെമ്പിൾ പ്രാർത്ഥിക്കുകയും കുറെ ജൂതന്മാരെ പ്രവേശിപ്പിക്കാതിരുന്ന ഈ പറഞ്ഞ ഡോം ഓഫ് റോക്ക് ഇരിക്കുന്ന പഴയ ജെറുസലേം ടെമ്പിൾ ഇരിക്കുന്ന സ്ഥലത്ത് കയറി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ജെറുസലേം ടെമ്പിൾ പണിയാൻ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത്. അപ്പം പിന്നെ ഇതിനകത്ത് വേറൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞത് ഇപ്പൊ ഇറാനെ ആക്രമിക്കാനുണ്ടായിട്ടുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള വേറൊരു ഘടകം കൂടി എനിക്ക് തോന്നുന്നത്, ഒന്ന് ഇറാനെ ആക്രമിക്കുന്നതോടുകൂടി തന്നെ ഇവരുടെ 51ഓളം വരുന്ന ഹോസ്റ്റേജസ് ഈ ഡിറ്റെയിൻ അവരെ ഈ മാളങ്ങളിൽ, അതായത് ഈ തുരങ്കങ്ങളിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ജീവനോടെ ഇരിക്കുന്ന ഇവർ പിടിച്ചുകൊണ്ട് പോയ ഒക്ടോബർ 7 പിടിച്ചുകൊണ്ട് പോയ ആളുകൾ 51 പേരോളം ഇരിപ്പുണ്ട്. അപ്പം ഇറാനെ ഇപ്പോൾ ആക്രമിക്കുന്നതോടുകൂടി കൃത്യമായ ഒരു മെസ്സേജ് ഹമാസിന് കൊടുക്കുകയാണ്. അതിന്റെ കാരണം ഞങ്ങൾ നിങ്ങളുടെ തലക്കിട്ടടിച്ചു കഴിഞ്ഞു, അതായത് ഇറാനിട്ടടിച്ചു, നിങ്ങൾക്ക് ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഹോസ്റ്റേജസിനെ തിരിച്ചു തരിക എന്നുള്ളൊരു മെസ്സേജ് കൃത്യമായി കൊടുക്കാനും കൂടിയാണ് ഈ ആക്രമണം എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് 9ഓളം ബോംബുകൾ ഉണ്ടാക്കാൻ പാകത്തിനുള്ള യുറേനിയം എൻറിച്ച്മെന്റ് നടക്കുകയും 9ഓളം ബോംബുകൾ അവർക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതകളിലേക്ക് അവർ വികസിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ആ ബോംബുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്നാൽ പോലും അങ്ങനെ ഒരു സാധ്യത വെച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കുമ്പോൾ അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ടെറർ ഓർഗനൈസേഷനുകൾക്കെല്ലാം കൊടുക്കുന്ന മെസ്സേജാണ്, നിങ്ങളുടെ തലക്കിട്ട് നിങ്ങളെ ഫ്യൂവൽ ചെയ്യുന്ന, നിങ്ങൾക്ക് ആംസ് തരുന്ന, നിങ്ങൾക്ക് പണം തരുന്ന ഈ പറഞ്ഞ നിങ്ങളുടെ തലക്കിട്ട് ഇറാനായിട്ട് ഞങ്ങൾ അടിക്കുന്നതിലൂടെ ഇനി നിങ്ങൾക്ക് അനങ്ങാൻ കഴിയില്ല എന്ന് ഉള്ള ഒരു മെസ്സേജും കൂടെ കൊടുക്കാനാണ് ഈ ആക്രമണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഞാൻ ഒരു രസകരമായ ഒരു കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. കാരണം വെച്ചാൽ
ഞാൻ ഇസ്രായേൽ സന്ദർശിച്ചപ്പം 2015 എൻ്റെ ഓർമ്മ. ഇസ്രായേൽ സന്ദർശിച്ച സമയത്ത് ഞാൻ അവിടെ ഒരു കടല വിൽക്കുന്ന, നമ്മുടെ ഈ ഉന്തുവണ്ടിയിൽ കടല വിൽക്കുന്ന ഓൾഡ് ജെറുസലേമിൽ ഞങ്ങൾ ഈ ക്രിസ്തുവിന്റെ വഴിയിലൂടെ നടക്കും, ക്രിസ്തു നടന്ന ആ വഴിയിലൂടെ നടന്ന് പോകുന്ന സമയത്ത് ഒരു കടല വിൽക്കുന്ന ഒരു ആളെ കണ്ടു. അപ്പോൾ അയാൾ സംസാരിച്ച പോയ പൊളിറ്റിക്കലി നല്ല ബോധമുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അദ്ദേഹത്തോട്, അന്ന് അഹമ്മദ് നിജാസ് എന്ന് പറയുന്ന ആളാണ് അന്ന് ഇറാന്റെ പ്രസിഡന്റ്. അപ്പം അയാൾ ആ അടുത്ത ദിവസം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു, ദിസ് ഈസ് ദ ടൈം ടു സെൻഡ് ഇസ്രായേൽ ടു സീ എന്ന്. അതായത് ഇസ്രായേലിനെ കടലിൽ മുക്കി താത്താനുള്ള സമയമാണിത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇസ്രായേലിനെ കടലിൽ മുക്കി താക്കും എന്ന് അയാൾ പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, നാസർ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഹിറ്റ്ലർ ഇവരെ തീർത്ത് കളയുന്നു, ഞങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കൂടെ അവസാനം പറഞ്ഞതിൽ ഒരാളാണ് ഈ അഹമ്മദ് നിജാസ്. അപ്പൊ ഇവരെ കടലിൽ മുക്കി താത്തും എന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് ഞാൻ ഈ ജൂതനോട് ചോദിച്ചു, ഇയാള് ചോദിച്ചു, അപ്പൊ ഇങ്ങനെ ഒരു അഹമ്മദ് നിജാദിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞ വാക്കെന്ന് പറഞ്ഞത് വി വിൽ ഡീൽ ദം വെൻ ദ ടൈം കം, വി വിൽ ഡീൽ ദം എന്നാ പറഞ്ഞത്. അതായത് എന്താണോ ഇത് സമയം വരുന്നത് ആ സമയത്ത് അവരെ ഡീൽ ചെയ്യും, അവരെ ഒന്ന് ഞങ്ങൾ വെറുതെ വിടുകയെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് 10 വർഷം മുമ്പ് ഈ അഹമ്മദ് നിജാദ്, 10-12 വർഷം മുമ്പാണ് ഞാൻ ഇസ്രായേൽ പോയത്, എൻ്റെ ഓർമ്മ. അപ്പൊ അന്ന് ഈ അഹമ്മദ് നിജാദ് എന്നെ പറ്റി ചോദിച്ചപ്പോൾ ഒരു സാധാരണ ജൂതൻ പറഞ്ഞ കാര്യമാണത്. അപ്പൊ യഥാർത്ഥം ഇപ്പോഴാണ് ടൈം വന്നത്, ഇസ്രായേലിനെ ഒബിലിറ്റേറ്റ് ചെയ്യുക, ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ പറഞ്ഞ ടെറർ ഓർഗനൈസേഷനെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ഫണ്ടും അവർക്ക് ആയുധവും കൊടുത്ത് ഇറാൻ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരത്തിന്റെ ഭാഗമാണിത്. അതിന്റെ ഒരു നെറ്റ് റിസൾട്ടാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇറാന് ചെയ്യാവുന്ന അവർക്കൊരു നല്ല എയർഫോഴ്സ് പോലും ഇല്ലെന്നുള്ള കാര്യം തെളിഞ്ഞു. കാരണം അവരുടെ പ്രസിഡന്റ് സഞ്ചരിച്ച് 71-ലോ 72-ലോ ഉള്ള ഒരു ചെറിയ ഹെലികോപ്റ്ററിലാണ്. അപ്പൊ അദ്ദേഹം അതിൽ നിന്ന് താഴോട്ട് പോയി. അതും ഇസ്രായേലാണ് അതിന്റെ പുറകിൽ നിന്ന് പറയുന്നുണ്ട്. അപ്പൊ അവർക്കുള്ള എയർഫോഴ്സ് എന്ന് പറയുന്ന സംവിധാനം വളരെ മോശമാണെന്ന് അറിയാം. അവർക്ക് ആകെ ഉള്ളത് കുറെ മിസൈലുകളൊക്കെയാണ്. അത് ഇതിനു മുമ്പ് അയച്ചപ്പോൾ തന്നെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ 100ഓളം ഈ പറഞ്ഞ മിസൈലുകളും മറ്റു സാധനങ്ങളൊക്കെ അവരാളെന്ന് അയച്ചു. അത് പകുതി ഇറാന്റെ മുകളിൽ വെച്ച് തന്നെ ഇസ്രായേൽ ഡിഫെൻഡ് ചെയ്ത് താഴെ ഇട്ടു. അപ്പൊ അതുകൊണ്ട് ഒരെണ്ണം പോലും ഇസ്രായേൽ വന്നിട്ടില്ല. അതുപോലെ ഇസ്രായേൽ വളരെ അലേർട്ടായിട്ട്, അതായത് ഇപ്പൊ ഇറാൻ എല്ലാ അർത്ഥത്തിലും യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ലേറ്റസ്റ്റ് വാർത്ത കേട്ടു. പക്ഷേ ഇസ്രായേലും എല്ലാ അർത്ഥത്തിലും അവർ തയ്യാറായിരിക്കുകയാണ്. അവരുടെ കുട്ടികളോട് സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്ത് പബ്ലിക് പ്ലേസിൽ ഒരു സ്ഥലത്തും ഗ്യാദർ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുഴുവൻ ആളുകളും ഈ പറയുന്ന അവരുടെ സേഫ്റ്റി ഇതിൻ്റെ അകത്ത്, അതായത് അവരുടെ ഈ ടണലിൻ്റെ അകത്ത് കയറി ഒരു സൈറൻ കേട്ടാൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഫോണിൽ വന്നാൽ അപ്പം തന്നെ ഈ ടണലിൻ്റെ അകത്തേക്ക് സേഫ്റ്റി പ്ലേസിലേക്ക് കയറാൻ പാകത്തിന് അവർ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവരും ഒരു ഫുൾ സിംഗിങ് ബാറിന് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്താണെങ്കിലും ഇത് കൊണ്ട് എത്തിച്ചിരിക്കുന്നത്, ഇത് എത്തി നിൽക്കുന്നത് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞ കൊടും വിഷത്തിന്റെ ഒരു ഉൽപ്പന്നമാണ് ഇപ്പൊ ഈ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം. ആ കൊടും വിഷം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന മനുഷ്യരെ മതപരമായി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ ഇസ്രായേലുമായിട്ട് രാഷ്ട്രീയമായി പ്രശ്നം ചർച്ച ചെയ്യാൻ ആകെ ശ്രമിച്ചിട്ടുള്ളത് ഫത്വ പാർട്ടിയാണ്, പാലസ്തീൻ അതോറിറ്റിയാണ്. അവരുമായിട്ട് ഇസ്രായേൽ കോംപ്രമൈസ് ഉണ്ട്. അവരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടെങ്കിൽ കൂടി അവരിപ്പോഴും ഈ ഗാസയിലെ ഈ പറഞ്ഞ ഹമാസിനെ തള്ളിപ്പറയുന്നു. അവരെ പട്ടികൾ എന്നാണ് ഈ പാലസ്തീൻ അതോറിറ്റിയുടെ ചെയർമാൻ മുഹമ്മദ് അബ്ബാസ് വിളിച്ചത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു ഈ ഹമാസ് സറണ്ടർ ചെയ്യണം, അതോടൊപ്പം തന്നെ നിങ്ങൾ ഇസ്രായേലിൽ നിന്ന് ഒഴിവായി പോകണമെന്ന് പറഞ്ഞു. അതുപോലെ ഫ്രീമെൻ എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇന്നലെ മിനിങ്ങാന്ന് ഫ്രാൻസിൽ പാരീസിൽ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും ഈ പറഞ്ഞ അരയ്ക്ക് മുകളിലേക്ക് പൂർണ്ണമായി നഗ്നരായി നിന്നുകൊണ്ട് അവരുടെ ഒരു പ്രതിഷേധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അവർ പ്രഖ്യാപിച്ചത് പാലസ്തീനിൽ നിന്ന് ഹമാസ് ഫ്രീ ആൻഡ് ഇസ്രായേൽ ഫ്രീ പാലസ്തീൻ എന്നാണ് അവർ വിളിച്ചത്. അപ്പൊ അങ്ങനെയുള്ള പുതിയ മൂവ്മെന്റുകൾ ഇപ്പൊ ലോകത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ അടുപ്പൂട്ടി ചർച്ചക്കാർ ഒക്കെ ഇന്ന് രാവിലെ മുതൽ ഈ പറഞ്ഞ പാലസ്തീനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ പറ്റിയൊക്കെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുന്നത് കേട്ടു. പാലസ്തീനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ ജനീൻ പ്രദേശത്ത് തന്നെ എത്രയോ ആക്രമണങ്ങൾ ഈ പറയുന്ന ഇസ്രായേലിനകത്ത് നടന്നെന്ന് ഈ അടുപ്പൂട്ടി ചർച്ചയായിട്ടുള്ള ദാവൂദിനെ പോലുള്ള ആൾക്കാരെ അറിയത്തില്ല. കാരണം ഈ പാലസ്തീനിൽ ഈ ടെററിസ്റ്റുകളുണ്ട്. പാലസ്തീനിൽ അതോറിറ്റിയും ഫത്വ പാർട്ടിയും ഇസ്രായേലുമായിട്ട് പീസ് അഗ്രിമെന്റ് വെക്കുകയും ഇസ്രായേലുമായിട്ട് സമാധാനത്തിൽ പോകണമെന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ പോലും ഇസ്ലാമിക തീവ്രവാദികൾ ഈ പാലസ്തീന്റെ, അതായത് ഇവർ ഭരിക്കുന്ന പാലസ്തീൻ അതോറിറ്റി ഭരിക്കുന്ന വെസ്റ്റ് ബാങ്കിലുണ്ട്.
ആ വെസ്റ്റ് ബാങ്കിലാണ് ഇസ്രായേൽ കടന്നു കയറി ആക്രമണം നടത്തിയത്. അവിടെ നിന്ന് ജനീനിൽ നിന്ന് തന്നെ കുറെ ടെററിസ്റ്റുകളെ പിടിച്ചിരുന്നു. ഇവിടെ ഒരു സെവറൽ അറ്റാക്സ് ഞാൻ നോക്കിയപ്പോൾ കണക്ക് നോക്കിയപ്പോൾ കണ്ടത് ഈ കാലഘട്ടത്തിൽ, അതായത് ഈ ഒക്ടോബർ 7 ശേഷം ഈ പാലസ്റ്റീൻ പ്രദേശത്ത് നിന്ന്, അതായത് വെസ്റ്റ് ബാങ്ക് പ്രദേശത്ത് നിന്ന് തന്നെ ഇസ്രായേലിൽ ഒട്ടേറെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിന്റെ അകത്ത് കയറി വെടിവെപ്പും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ പാലസ്റ്റീൻ അതോറിറ്റി ഭരിക്കുന്ന ഈ വെസ്റ്റ് ബാങ്കിൽ തന്നെ ഈ പറഞ്ഞ ഹമാസിനെ അനുകൂലിക്കുന്ന ടെററിസ്റ്റുകളുണ്ട്. ആ ടെററിസ്റ്റുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വിശുദ്ധ രാഷ്ട്രമാണെന്ന് ഞാൻ പറയുന്നില്ല. അവർ വെസ്റ്റ് ബാങ്കിൽ 67 പിടിച്ചതിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ അവർ ഇല്ലിസിറ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. അതിനൊക്കെ പരിഹാരം ഉണ്ടായിരുന്നതാണ്. അത് യഹൂദ് ഓൾമോർട്ടി കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ പ്രൈം മിനിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒഴിപ്പിച്ചു കൊടുക്കാമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ്. പക്ഷെ അവിടെ ഒന്നും ഹമാസിന് അതൊന്നും പോരാ. ഇസ്രായേലിനെ പൂർണ്ണമായി ഒബിൽട്രേറ്റ് ചെയ്യണം. അവരുടെ പ്രഖ്യാപന നയമാണ്. അവർ 1987 അവരുടെ ഡിക്ലറേഷൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ഒബിൽട്രേറ്റ് ചെയ്ത് അവിടുത്തെ ജൂതൻ അടങ്ങുന്ന ആളുകൾക്ക് അവിടെ താമസിക്കാം. പക്ഷേ ഇസ്ലാമിക നിയമം അനുസരിച്ച് ഞാൻ ജസിയ കൊടുക്കണം, സെക്കൻഡറി സിറ്റിസൺസ് ആയിരിക്കും. അത് മുട്ടയിൽ അഴിഞ്ഞു കൊടുക്കണം എന്നാണ് നമ്മുടെ ഉമർ പാക്റ്റിൽ ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് ജസിയ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരു പ്രൊസീജിയർ തന്നെയുണ്ട്. അത് മുട്ടയിൽ അഴിഞ്ഞു പോയി കൊടുക്കണം എന്ന് മറ്റാണ് പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള ഈ ഇസ്ലാമിക അനീതി നടപ്പിലാക്കാൻ വേണ്ടി നടക്കുകയും ഇസ്ലാമിക റൂള് നടപ്പിലാക്കാൻ വേണ്ടി നടത്തുകയും ചെയ്തതിന്റെ പരിണിത ഫലമാണ് ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത്. ഇത് ഇറാൻ അനുഭവിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇറാനിൽ ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. ആ സമ്പത്ത് കൊണ്ട് അവിടുത്തെ ജനങ്ങളും സന്തോഷകരമായി ജീവിക്കാൻ കഴിയുമായിട്ട് പോലും ഈ മതപരമായിട്ടുള്ള ഈ ഇസ്ലാം എന്ന് പറഞ്ഞ കാളകൂട വിഷം ഈ ലോകത്ത് പടർത്തുന്നതിന് വേണ്ടി ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ ശ്രമമാണ് ഇപ്പം മേടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇസ്രായേൽ ഫുൾ സിംഗിങ് വാർ ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എവിടെ പോയി നിൽക്കുമെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഇസ്രായേൽ ജനങ്ങളും അതോടൊപ്പം തന്നെ ഇസ്രായേൽ ആർമിയും വളരെ സജീവമായി ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഇത് വേൾഡ് വാറിലേക്കൊന്നും പോകാൻ പോകുന്നില്ല. ഒരു റീജിയണൽ വാറായിട്ട് അവസാനിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമിക തീവ്രവാദികൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ആയുധം താഴെ വെച്ച ശേഷം നിങ്ങൾ ജനാധിപത്യത്തോടും മനുഷ്യത്തോടും മതേതരത്തോടും സമന്വയിക്കാതെ നിങ്ങൾ മോരും മുതലയും പോലെ ജനാധിപത്യവും നിങ്ങളുമായി തിരിഞ്ഞു കിടക്കുന്നുകൊണ്ടും നിങ്ങളുടെ മനസ്സിൽ മറ്റ് ജനവിഭാഗങ്ങൾ, ഈ ബഹുദൈവ വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവർ നജസാണെന്നും അവർ മോശക്കാരാണെന്നും അവർ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവരുമാണെന്നുള്ള ചിന്ത നിങ്ങളിലുള്ളിടത്തോളം കാലം, ആ ആശയം നിങ്ങൾ നിൽക്കുമ്പം തന്നെ നിങ്ങൾക്കിനി ആ ആശയം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വേ ഓഫ് ലൈഫ് ജീവിക്കാം. പക്ഷേ അത് മറ്റാളുകളുടെ മുകളിൽ കുതിര കയറാനോ മറ്റ് മതസമൂഹങ്ങളെ കളിയാക്കാനോ മറ്റ് മതമനുഷ്യരെ ഇല്ലായ്മ ചെയ്യാനോ നിങ്ങൾ നടത്തരുത്. നിങ്ങൾ നടന്നാൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ അടുത്ത കാലത്താണ് ഇവിടെ നിന്ന് അൾജീരിയയുടെ പ്രദേശത്ത് താമസിച്ച് 1,25,000 ക്രിസ്ത്യാനികളെ ഓടിച്ചത്. മതത്തിന്റെ പേരിലാണ് ഓടിച്ചത്. അതുപോലെ തന്നെ ഡെത്ത് വാക്ക് നടത്തി ഈ പറഞ്ഞ ടർക്കി ആയിരക്കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട്. ഈ ലോകത്ത് മുഴുവൻ ഇസ്ലാമിക തീവ്രവാദികൾ തന്നെ പരസ്പരം ആളുകളെ കൊല്ലുന്നുണ്ട്. അവിടെ ഒന്നും നിങ്ങൾക്ക് പ്രതിഷേധങ്ങളില്ല. നിങ്ങൾക്ക് പ്രതിഷേധം ഇസ്രായേൽ മാത്രമാണ്. അത് മതപരമാണ്. ആ മതപരമായിട്ടുള്ള നിങ്ങളുടെ ചിന്ത നിങ്ങളെ അപകടത്തിൽ കൊണ്ടെത്തിക്കുള്ളൂ. താങ്ക് യു.